അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊട്ടിയൂരെത്തി. ഞങ്ങൾ കൊട്ടിയൂരെത്തുമ്പോൾ ഒരു ഉച്ചയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ പോകുന്നത്. ഞങ്ങൾ കൊട്ടിയൂരേക്ക് വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം എന്താണെന്നൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു. അതേപോലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ പോയിക്കാൻ നല്ല തിരക്കായിരിക്കും എന്നുള്ളത്. അതേപോലെ അവിടെ നല്ല തിരക്കായിരുന്നു. ആ തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നല്ലൊരു ക്യൂ സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉള്ളിൽ കടക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് 45 to 1 hour എടുത്തു. അവിടെ പ്രത്യേകിച്ച് ഒരു പ്രതിഷ്ഠയൊന്നുമില്ല, ഒരു സ്വയംഭുവാണ്. അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുക. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിളക്കാണ് നമ്മൾ സതീദേവിയായിട്ട് സങ്കല്പിക്കുന്നത്. ഞാൻ കൊട്ടിയൂരിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെ കൊട്ടിയൂർ എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് അതിൻ്റെ ഐതിഹ്യം എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അതിൽ ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്താണ് അക്കരെ കൊട്ടിയൂർ തുറക്കുക. അക്കരെ കൊട്ടിയൂർ തുറക്കുന്ന സമയത്ത് തന്നെ ഇക്കരെ കൊട്ടിയൂർ അടച്ചിരിക്കും. ഞങ്ങൾ അക്കരെ കൊട്ടിയൂർ പോയതിനു ശേഷം ഇക്കരെ കൊട്ടിയൂരും കൂടി പോയിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം കണ്ണൂരിലുള്ളത് കൊട്ടിയൂർ തൊഴുത് ഞങ്ങൾ അവസാനിപ്പിച്ചു.